Good morning student. Welcome back to our class. നമ്മൾ ഫ്രാക്ഷൻ്റെ വ്യത്യസ്തമായ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഈ ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്ററാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഉള്ളതിലൊന്നും വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണല്ലോ വന്നത്. എല്ലാറ്റിലും ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ടൈംസ് കാണാനും പാർട്ട് കാണാനും. അവിടെ സിമ്പിൾ ആണ് മൾട്ടിപ്ലിക്കേഷൻ. ന്യൂമറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ, ഡിനോമിനേറ്റർ മൾട്ടിപ്ലിക്കേഷൻ, ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇനി നമ്മൾ ചെറിയൊരു കാര്യം വ്യത്യസ്തമായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ അത് നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് വേഗത്തിൽ മനസ്സിലാവും. പേജ് 47. Take page 47. You can see an heading back and forth. Back and forth. മുന്നുക്കും പിന്നുക്കും എന്നുള്ളൊരു ഹെഡിങ് കാണാം. റൈറ്റ് ഓൺ എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ എഴുതുക. A small jar can hold 2 liters of water and a large jar 6 liters. Now question എഴുതുക. What times of small jar is large jar? ഒരു ക്വസ്റ്റ്യനും കൂടി. What part is small jar of large jar? Okay. അപ്പൊ രണ്ട് കാര്യമാണ്. ഒരു സ്മോൾ ജാറും ഉണ്ട്, ഒരു ലാർജ് ജാറും ഉണ്ട്. സ്മോൾ ജാറില് 2 ലിറ്റർ, ലാർജ് ജാറില് 6 ലിറ്റർ വെള്ളം കൊള്ളും. ഓക്കെ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ജാറിന്റെ എത്ര ടൈംസ് ആണ്, എത്ര ഇരട്ടിയാണ് സെക്കൻഡ് ജാർ? 2ന്റെ എത്ര ഇരട്ടിയാ? 6. ഹൗ മച്ച് ടൈംസ്? ഒന്നാമത്തെ ആൻസർ 2ന്റെ എത്ര ഇരട്ടിയായിരിക്കും? 6. എങ്ങനെ എഴുതുക? 2 into 3 അല്ലേ 6? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 times. 2ന്റെ എത്ര ഇരട്ടിയാറ്? 3 times of 2 is 6. 2ന്റെ എത്ര ഇരട്ടിയാ 6? 3 times, 3 ഇരട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കുക? വാട്ട് പാർട്ട് ഓഫ് 2 is 6? 6ന്റെ എത്ര ഭാഗമാണ് 2? വലിയ ജാറിന്റെ എത്ര ഭാഗമാണ് ചെറിയ ജാർ എന്നാണ് ചോദിച്ചത്. 6ന്റെ എത്ര ഭാഗമാണ് 2? 6ന്റെ എത്ര ഭാഗമായിരിക്കും 2? 2 + 2 + 2 അല്ലേ 6? 6നെ എത്ര ഭാഗമാക്കിയത്തൊരു ഭാഗമാണ് 2. 6നെ എത്ര ഭാഗമാക്കിയത്തൊരു ഭാഗമാണ്? 6നെ 3 പീസാക്കിയാൽ, 6നെ 3 പീസാക്കി 2ന്റെ പീസാക്കിയാൽ നമുക്ക് 6നെ 3 2ന്റെ പീസുകളാക്കി മാറ്റാൻ കഴിയും. അപ്പോ 2 ഈസ് ഹൗ മച്ച് പാർട്ട്? 3/1 ഉണ്ടാവും. 1/3 ഓഫ് 6. 2 ഈസ് 1/3 ഓഫ് 6. അപ്പൊ രണ്ട് കാര്യമാണ് ചോദിച്ചത്. 2ന്റെ എത്ര ഇരട്ടിയാണ് 6? എത്ര ഇരട്ടിയാണ്? 3 times, 3 ഇരട്ടി. ഇനി 6ന്റെ എത്ര ഭാഗമാണ് 2? വാട്ട് പാർട്ട്? അപ്പൊ 3/1. ഇവിടുന്ന് അങ്ങോട്ട് 3 ഇരട്ടി. 6ന്റെ 3/1 2. 2ന്റെ 3 ഇരട്ടിയാണ് 6. 6ന്റെ 3/1 2. 6നെ 3 ഭാഗമാക്കിയത് ഒരു ഭാഗമാണ് 2. ഓക്കെ. സോ വി ക്യാൻ സേ 3 times of 2 is 6. 1/3 of 6 is 2. 3 times of 2 is 6. പിന്നെ നമുക്ക് എന്ത് പറയാം? 1/3 of 6 is 2. ഈ രണ്ട് കാര്യങ്ങളും പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതാം. ഇനി നമ്മളത്
അതിന്റെ താഴെ തന്നെ വേറൊരു രീതിയിൽ എഴുതുകയാണ്. 2 ഇവിടെ എഴുതുന്നുണ്ട്, 6 ഇവിടെ എഴുതുന്നുണ്ട്. 2-ൽ നിന്ന് 6-ലേക്കുള്ള റിലേഷൻ എന്താണ്? 2 എന്ത് ചെയ്താലാ 6 കിട്ടുക? അല്ലെങ്കിൽ 2-ന്റെ എത്ര ടൈംസ് ആണ് 6? ഇവിടുന്ന് അങ്ങോട്ടുള്ള റിലേഷൻ എന്താണ്? ഇവിടുന്ന് അങ്ങോട്ട് 2ഉം 6 ആകുമ്പോൾ റിലേഷൻ ടൈംസ് ആണ് വരിക, ഇരട്ടിയാ വരിക, കാരണം വലുതല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതുക 2-ന്റെ 3 ടൈംസ് ഇങ്ങനെ എഴുതട്ടോ. എഴുതുക, എല്ലാവരും ഒപ്പം എഴുതുക. ഇനി ഇങ്ങോട്ട് ആരോ മാർക്ക് ഇടുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? 6-ന്ന് 2-ലേക്ക് എങ്ങനെ എത്താം? 6-ന്റെ എത്ര ടൈംസ് ആണ് 2? 6-ന്റെ ടൈംസ് വരൂലല്ലോ, പാർട്ട് ഭാഗമല്ലേ വരുള്ളൂ. അപ്പൊ 6-ന്റെ എത്ര ഭാഗമാണ് 2? 6-ന്റെ എത്ര ഭാഗമാണ് 2? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം 1/3 ഓഫ്. ഇങ്ങനെ എഴുതട്ടോ, ഓഫ് ആണ് എഴുതുക. ഇത് വായിക്കുക എങ്ങനെയാ വെച്ചാല് 1/3 ഓഫ് 6 ഈസ് 2. നേരെ മനസ്സിലാക്കുക. 1/3 ഓഫ് 6, 6-ന്റെ 1/3 പാർട്ട് ഈസ് 2. ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ വായിക്കുക? 3 ടൈംസ് ഓഫ് 2 ഈസ് 6. 3 ടൈംസ് ഓഫ് 2 ഈസ് 6. ഇവിടുത്തെ 1/3 ഓഫ് 6 ഈസ് 2. 2-ന്റെ 3 ഇരട്ടി 6, 6-ന്റെ 3-1 2. ഓക്കെ, ക്ലിയർ ആയിരിക്കും. ഇതെന്നൊരു കാര്യം മനസ്സിലാക്കുക. ഈ 2ഉം 6ഉം കിട്ടിയപ്പോൾ പെട്ടെന്ന് എങ്ങനെ 3 കിട്ടുക എന്നുള്ളത് നേരെ മനസ്സിലാക്കണം. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം. 2ഉം 6ഉം തമ്മിലുള്ള റിലേഷൻ 3 ആണ് എന്ന് എങ്ങനെ വേഗത്തിൽ കിട്ടാം. എല്ലാറ്റിലും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ 3 കിട്ടാൻ 6-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 6/2 എത്രയാണ്? ഇത് സൈഡിൽ എഴുതിയേക്കുക. 6/2 എത്രയാണ്? 6-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ 3 അല്ലേ? ആ 3 ആണ് ഇവിടെ. ഓക്കെ, ഈ 3 കിട്ടിയാൽ ഇത് എഴുതാം. ഇവിടെ 3 വന്നാൽ ഇവിടെ 1/3 വരുന്നത്. നേരെ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 1/എന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, സോ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇത് സൈഡിൽ എഴുതി വെക്കുക. ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതുക. റൈറ്റ് ദ ഫോളോയിങ് റിലേഷൻസ്. റൈറ്റ് ദ ഫോളോയിങ് റിലേഷൻസ്. താഴെയുള്ള ബന്ധങ്ങൾ എഴുതുക. റൈറ്റ് ദ ഫോളോയിങ് റിലേഷൻ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈവ് 10. ഒന്ന് എഴുതി നോക്കുക എല്ലാവരും. 5-ന്റെ എത്ര ടൈംസ് ആണ് 10? 10-ന്റെ എത്ര പാർട്ടാണ് 5? എഴുതി നോക്കുക. എഴുതിയോ? എഴുതിയിട്ടുണ്ടാവും. 5-നെ എത്ര കൊണ്ട് ഗുണിച്ചാലാ 10 കിട്ടുക? 2. 2 ടൈംസ്. 10-ന്റെ എത്ര ഭാഗമാണ് 5? 1/2 ഓഫ് 10 ഈസ് 5. 10-ന്റെ പകുതി ഭാഗമാണ് 5. 10-ന്റെ പകുതി ഭാഗമാണ് 5. അപ്പൊ ഇത് വായിക്കുക. എങ്ങനെയായിരിക്കും? ഹൗ യു ക്യാൻ റീഡ് ദിസ്? 2 ടൈംസ് ഓഫ് 5 ഈസ് 10. 1/2 ഓഫ് 10 ഈസ് 5. ഇനി ഇതിനൊപ്പം തന്നെ നമുക്ക് ഇനി ഭാവിയിൽ ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഈ 2 എങ്ങനെ എളുപ്പത്തിൽ കിട്ടും? 10-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 10 ഡിവൈഡഡ് ബൈ 5 2 ആണ് വരുന്നത്. അപ്പൊ ഇത് സൈഡിൽ ജസ്റ്റ് എഴുതി വെക്കുക എല്ലാവരും. എങ്ങനെയാണ് ഈ 2 പെട്ടെന്ന് കിട്ടുക എന്നുള്ളത്. 10 ഡിവൈഡഡ് ബൈ 5 2. ഓക്കെ, എഴുതി വെച്ചിട്ടുണ്ടാവും. തേർഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. 3 and 5. 3-ന്റെ എത്ര ടൈംസ് ആണ് 5? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഉപയോഗിക്കേണ്ടി വരും. 5-ന്റെ എത്ര പാർട്ടാണ് 3? നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാറ്റിനും പെട്ടെന്ന് കിട്ടില്ല. ഇവിടെ 6 ആയിരുന്നു വെച്ചെങ്കിൽ 3 × 2 6 എന്ന് എഴുതാം. 3-നെ എത്ര കൊണ്ട് ഗുണിച്ചാലാ 5 കിട്ടുക എന്നറിയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ ഉപയോഗിക്കുക. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തതല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 5/3 എന്ന് എഴുതാം. ഓക്കെ, 3-ന്റെ എത്ര ടൈംസ് ആ 5? 5/3. 5-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത് ഇവിടെ എഴുതിയാൽ മതി. 5/3 ടൈംസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക എന്നുള്ളതാണ്. 3-ന്ന് 5ക്ക് റിലേഷൻ 5/3 ടൈംസ്. അപ്പൊ 5-ന്ന് 3ക്ക് ഉള്ളതോ
3/5 ഓഫ് 5/3 എന്ന് പറഞ്ഞാല് 3/3 എന്ന് പറഞ്ഞാൽ തന്നെ 1 വരും. അപ്പൊ 1നേക്കാൾ വലുതാണ്, ടൈംസ് വരും. നമ്മുടെ ഭാഗം വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക, 3/5 ഇങ്ങോട്ടുള്ളത്. ഓക്കെ, അപ്പൊ 3/5 ഓഫ് 5 ഈസ് 3. ഒന്നുകൂടി പറയാ, 3 5 റിലേഷൻ 5/3 ടൈംസ്. 5 3 റിലേഷൻ 5ന്റെ എത്ര ഭാഗമാണ് 3? 5ന്റെ എത്ര പാർട്ടാണ് 3 എന്ന് കാണാൻ 3/5 പാർട്ട്. 3/5 ഓഫ് 5 ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് 4 6. ഒരു ഇതില് ഒരു ജാറ് 4 ലിറ്റർ കൊള്ളണതാണ്, വേറൊരു ജാറ് 6 ലിറ്റർ കൊള്ളണതാണ്. അപ്പൊ 4 ലിറ്ററിന്റെ എത്ര ടൈംസ് ആണ് 6 ലിറ്റർ? അത് എഴുതണം. 6 ലിറ്ററിന്റെ എത്ര ഭാഗമാണ് 4 ലിറ്റർ? അതും എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? അപ്പൊ നമ്മളത് സൈഡിലേ എഴുതി നോക്ക്. 4ന്റെ എത്ര ടൈംസ് ആ 6 എന്ന് എങ്ങനെ എഴുതുക? നേരത്തെ പറഞ്ഞ പോലെ 4ന്റെ എത്ര ടൈംസ് ആ 6 എന്ന് എഴുതാൻ 6/4 ചെയ്താൽ മതി അല്ലെ? 6/4 ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ 6/4 എഴുതരുത്. കാരണം എന്താ? 6/4 ചെറുതാക്കുക, സിംപ്ലിഫൈ ചെയ്യുക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആദ്യം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 6/4 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 6ൽ എത്ര 2 ആ? 3. 4ൽ എത്ര 2 ആ? 2. 3/2. അപ്പൊ ഇവിടെ വേണമെങ്കിൽ 3/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോ 4ന്റെ എത്ര ടൈംസ് 6? 3/2 ടൈംസ്. ഓക്കെ, 6ന്റെ എത്ര ഭാഗമാണ് 4? 6ന്റെ എത്ര ഭാഗമാണ് 4 എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് നോക്കാം, ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ 6/4 ആ ചെയ്ത്, അവിടുന്ന് ഇങ്ങോട്ട് നോക്കാൻ 4/6 ആണ് ചെയ്യേണ്ടത് അല്ലെ? 4/6. ഈ മുകളത്തത് നോക്കി നോക്കാം. ഇവിടെ 5/3 വന്നപ്പോ ടൈംസ് കാണാൻ 5/3 വന്നപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? 3/5 ആണ്. ഇതിന് തല തിരിച്ചിട്ടല്ലേ? അപ്പൊ ഇവിടെ ഈ പരിപാടി ചെയ്താൽ പോരെ? അപ്പൊ ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ 3/2 ആണിച്ചെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2/3 പാർട്ട് ഉണ്ട്. 6ന്റെ 3/2 ഭാഗമാണ് 4. 6ന്റെ 3/2 ഭാഗം. 6നെ 3 പീസാക്കിയത് 2 പീസാണ് 4. 6നെ 3 പീസാക്കി വെക്കാം. 6നെ 3 പീസാക്കിയാൽ 2 2 2 എന്നാ വരിക. 3 പീസാക്കിയത് 2 പീസ്. 2 + 2 4. ഓക്കെ, 6നെ 3 പീസാക്കിയത് 2 പീസാണ് 4 എന്നാണ് ഇതിന്റെ അർത്ഥം. 6നെ 3 പീസാക്കിയത് 2 പീസാണ് 4. അപ്പൊ അത് ക്ലിയർ ആയിരിക്കും. ഇനി നമ്മൾ കൂടുതൽ എക്സാമ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. 4ഉം 6ഉം തമ്മിലുള്ള റിലേഷൻ 4ന്റെ എത്ര ഇരട്ടിയാണ് 6? 4ന്റെ എത്ര ഇരട്ടി 6? 3/2 ടൈംസ്. 6ന്റെ എത്ര ഭാഗമാണ് 4? 2/3 ഓഫ് 6 ഈസ് 4. ഓക്കെ, അപ്പൊ അത് എഴുതുക. ഇനി ഇത് ഇങ്ങനെ അല്ലാതെ എഴുതട്ടോ, അത് നമ്മൾ പഠിച്ചു വെക്കണം. 3/2 എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ എപ്പോഴും വേണ്ടതാണ്. മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയാൽ 1.5 ആണ് വരിക. അപ്പൊ നമ്മളിവിടെ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ കാണും. അപ്പൊ അന്തം വിടരുത്. അപ്പൊ അതിന് ഉടനെ നോർമൽ ഫ്രാക്ഷൻ ആക്കിയാൽ മതി. ഇവിടെ എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോ 3/2 പകരം 1.5 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് ഇത് എഴുതാൻ കഴിയില്ല. അപ്പൊ ആദ്യം 1.5 കിട്ടിയാൽ അതിനെ നോർമൽ ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ 3/2 ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് ഇവിടെ 2/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇരട്ടിയും ഭാഗവും കാണുന്നത് ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോ 2 പ്രോബ്ലം ചെയ്തു. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കുക. ഒന്ന് സ്വന്തം ചെയ്ത് നോക്കുക. 8ഉം 10ഉം. 8ന്റെ എത്ര ഇരട്ടിയാണ് 10? 10ന്റെ എത്ര ഭാഗമാണ് 8? ഹൗ വി ക്യാൻ റൈറ്റ് ദിസ്? ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ 10/8 ടൈംസ്. ഇങ്ങോട്ടുള്ളതോ 8/10 ഓഫ് അല്ലെ? ഇത് ചെറുത് വലുതാവുമ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ഓഫാണ് വരിക അല്ലെ? 10ന്റെ എത്ര ഭാഗം 8? 10ൽ 8 ഭാഗം. 8ന്റെ എത്ര ഇരട്ടിയാണ് 10? 8ൽ 10 ഇരട്ടി അല്ലെ? അപ്പൊ ഇങ്ങനെ എഴുതാം. പക്ഷെ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറുതാക്കാൻ, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ
10/8 എന്ന് എഴുതുന്നതിന് പകരം 5/4 എന്ന് എഴുതുക. 10/8 ചെറുതാക്കുക. അപ്പൊ ആൻസർ കിട്ടുക 5/4 ആണ്. അപ്പൊ ഇവിടെ വരെ എന്തായിരിക്കും? ഇവിടെ 5/4 ആണെങ്കിൽ ഇവിടെ എന്താ വരിക? 4/5 ആണ് വരിക. അപ്പൊ അത് ശ്രദ്ധിക്കുക, ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ചില പ്രോബ്ലംസിലേക്ക് കിടക്കുക. അപ്പൊ ഇതും ചെയ്തിരിക്കണം. ഇനി എല്ലാവരും പേജ് 51 എടുക്കുക. 51ലാണ് അതിന്റെ പ്രോബ്ലംസ്. 51 we can see 5 problems. Okay, length of one string is 4 meter and length of other string is 14 meter. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതണം, എന്നിട്ട് ആൻസർ എഴുതാൻ പാടുള്ളൂ. ഒരു ചരടിന്റെ നീളം 4 മീറ്റർ ആണ്, വേറൊരു ചരടിന്റെ നീളം 14 മീറ്റർ ആണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ലോങ്ങർ സ്ട്രിങ് ഈസ് ഷോർട്ടർ സ്ട്രിങ്? എന്താണ് പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ലോങ്ങർ സ്ട്രിങ് ഈസ് ഷോർട്ടർ സ്ട്രിങ്? ചെറിയ സ്ട്രിങ്ങിന്റെ എത്ര ഇരട്ടിയാണ് വലിയ സ്ട്രിങ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ലോങ്ങർ സ്ട്രിങ് ഈസ് ഷോർട്ടർ സ്ട്രിങ്? സോറി, വലിയ സ്ട്രിങ്ങിന്റെ എത്ര ഭാഗം, വാട്ട് ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ സ്ട്രിങ്ങിന്റെ എത്ര ഭാഗമാണ് ചെറിയ സ്ട്രിങ്? ഹൗ മച്ച് ടൈംസ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മച്ച് ടൈംസ് ആണ്, എത്ര ഇരട്ടിയാണെന്ന്. അപ്പൊ വാട്ട് ഫ്രാക്ഷൻ, എത്ര ഭാഗം, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഭാഗമാണല്ലോ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ലോങ്ങർ സ്ട്രിങ്, വലിയ സ്ട്രിങ്ങിന്റെ, വാട്ട് ഫ്രാക്ഷൻ സ്മോളർ സ്ട്രിങ്, ഷോർട്ടർ സ്ട്രിങ്, വലിയ സ്ട്രിങ്ങിന്റെ എത്ര ഭാഗമാണ് ചെറിയ സ്ട്രിങ്? അപ്പൊ 14ന്റെ എത്ര ഭാഗമാണ് 4 എന്നാണ് കാണേണ്ടത്. അതായത് 4ഉം 14ഉം തമ്മിലുള്ള ബന്ധം നമുക്ക് ഇങ്ങനെ എഴുതി നോക്കുക, എന്നിട്ട് നമുക്ക് അതിന്റെ ആൻസർ എഴുതാം. ആൻസർ പിന്നെ 1, 2 നമ്പർ ഇട്ട് വേറെ എഴുതിയാൽ മതി. ഇത് ജസ്റ്റ് എഴുതി വെക്കുക, അല്ലെങ്കിൽ 1 നമ്പർ ഇട്ട് തന്നെ എഴുതിയിട്ട് അവസാനം ആൻസർ സെന്റൻസ് ആയിട്ട് എഴുതിയാലും മതി. ഇവിടെ ഇപ്പൊ പറഞ്ഞത് 14ന്റെ എത്ര ഭാഗമാണ് 4 എന്നാണ് ചോദ്യം. 14ന്റെ എത്ര ഭാഗമാണ് 4? 4ന്റെ എത്ര ഇരട്ടിയാണ് 14 എന്ന് അടുത്ത ചോദ്യം വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. 14ന്റെ എത്ര ഭാഗമാണ് 4? ഇപ്പൊ എത്ര ഭാഗമായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റിലേഷൻ കാണാൻ ഇതാണ് മുകളിൽ എഴുതേണ്ടത്. അപ്പൊ 14ൽ 4 ഭാഗം. ഓക്കെ, ക്ലിയർ ആവുക. 14ന്റെ എത്ര പാർട്ടാണ് 4 എന്നാണ്. 14 മീറ്ററിന്റെ എത്ര ഭാഗമാണ് 4 മീറ്റർ. ഇപ്പൊ 14ല് 4 ആണ് എഴുതേണ്ടത്, 4/14 ആണ് എഴുതേണ്ടത്, 14/4 അല്ല. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ചോദിച്ചാൽ ദിസ് ബൈ ദിസ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ചോദിച്ചാൽ ദിസ് ബൈ ദിസ്. ഓക്കെ, സോ 4/14 ഓഫ് 14 ഈസ് 4. 14ന്റെ എത്ര ഭാഗമാണ് 4? 4/14 ഭാഗം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെറുതാക്കണം. അപ്പൊ ഈ സാധനം ഇവിടെ എഴുതുന്നതിന് മുമ്പേ 4/14 ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട്, അല്ലെ? ഇപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൽ 2, 2, 14 2, 7. ഓക്കെ, സോ വി വിൽ ഗെറ്റ് 2/7 ഓഫ് 14 is 4. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആൻസർ എങ്ങനെ എഴുതാം? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ലോങ്ങർ സ്ട്രിങ് ഈസ് ഷോർട്ടർ സ്ട്രിങ്? ലോങ്ങർ സ്ട്രിങ് ഈസ് ഷോർട്ടർ സ്ട്രിങ് ഈസ് 2/2 ഓഫ് ലോങ്ങർ സ്ട്രിങ്. ഇതൊക്കെ ഇത് കിട്ടിയതിന്റെ ശേഷം അടിയിൽ എഴുതിയാൽ മതി. ഷോർട്ടർ സ്ട്രിങ് ഈസ്, ചെറിയ സ്ട്രിങ് എത്ര ഭാഗമുള്ളൂ? 2/7 ഓഫ് ലോങ്ങർ സ്ട്രിങ്. വലിയ സ്ട്രിങ്ങിന്റെ 2/7 പാർട്ടേ ഉള്ളൂ ചെറിയ സ്ട്രിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മച്ച് ടൈംസ് ഓഫ് ഷോർട്ടർ സ്ട്രിങ് ഈസ് ലോങ്ങർ സ്ട്രിങ്? ചെറിയ സ്ട്രിങ്ങിന്റെ എത്ര ഇരട്ടിയാണ് വലിയ സ്ട്രിങ്? അതായത് 4ന്റെ എത്ര ഇരട്ടിയാണ് 14 എന്നാണ് ചോദിച്ചത്. ഇത് 4 ഇത് 14 ആണ്. അപ്പൊ നമ്മൾ എന്താ എഴുതാം? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതിന് ദിസ് ബൈ ദിസ്, 14/4 ടൈംസ്. പക്ഷെ 14/4 എഴുതണതിന് പകരം അതിന്റെ ചെറിയ രൂപം 7/2. 14/4 സൈഡിൽ ചെയ്തിട്ട് അവസാനം എന്ത് കിട്ടും? 7/2 എന്ന് കിട്ടും. അതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഇവിടെ കിട്ടിയ നേരെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. ഇവിടെ 2/7 ആണെങ്കിൽ റെസിപ്രോക്കൽ നമ്മൾ പഠിക്കാൻ പോണുള്ളൂ. തല തിരിച്ചെഴുതുന്നതിനാണ് റെസിപ്രോക്കൽ എന്ന് പറയാം. അത് അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്. 2/7 ആണെങ്കിൽ ഇവിടെ എന്താ എഴുതുക? 7/2. അപ്പൊ 4ന്റെ എത്ര ഇരട്ടിയ 14? 7/2 ടൈംസ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക is 7/2 ടൈംസ്. അപ്പൊ സെന്റൻസ് ആയിട്ട് അടിയിൽ നേരത്തെ പറഞ്ഞ പോലെ എഴുതണം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ 5 ചെയ്യാനുള്ളതാണ്. ഇതേപോലെ തന്നെയാണ്. വൺ അയൺ ബ്ലോക്ക് ഈസ് 6 കിലോഗ്രാം ആൻഡ് അനദർ 26. ഒന്ന് 6 കിലോഗ്രാം, ഒന്ന് 26 കിലോഗ്രാം ആണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് വെയിറ്റ് ഈസ് ഹെവിയർ ബ്ലോക്ക് ഈസ് ദ ലൈറ്റർ ബ്ലോക്ക്? വലിയ ബ്ലോക്കിന്റെ എത്ര ഭാഗമാണ് ചെറിയ ബ്ലോക്ക്? അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈംസ് ഓഫ് വെയിറ്റ് ഓഫ് ലൈറ്റർ ബ്ലോക്ക് ഈസ് ഹെവിയർ ബ്ലോക്ക്? ചെറിയ ബ്ലോക്കിന്റെ എത്ര ഇരട്ടിയാണ് വലിയ ബ്ലോക്ക്? നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ആരോ മാർക്ക് ഇട്ട് ചെയ്തിട്ട് ആൻസർ എഴുതുക. അപ്പൊ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പൊ ഒന്ന് 6/26 കിട്ടും, മറ്റത് 26/6 കിട്ടും. രണ്ടും സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ ടൈംസും പാർട്ടും എഴുതാൻ മറക്കരുത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ പംകിൻ ഈസ് കട്ട് ഇൻ ടു 3 ഈക്വൽ പീസസ്. ഒരു പംകിൻ എന്ത് ചെയ്തു? 3 പീസാക്കി മുറിച്ചു. ഒരു പംകിന് 3 പീസാക്കി മുറിച്ചു. 2 പീസ് ടുഗദർ വെയ്റ്റ്സ് 1 കിലോഗ്രാം. അതൊക്കെ 2 പീസും കൂടി കൂട്ടിയപ്പോ 1 കിലോഗ്രാം ഉണ്ട്. 2 പീസും കൂടി കൂട്ടിയപ്പോ 1 കിലോഗ്രാം ഉണ്ട്. ദെൻ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഹോൾ പംകിൻ? അപ്പൊ 3 പീസും കൂടി മൊത്തം എത്ര ഉണ്ടാവും? ഇതാണ് ചോദ്യം. 2 പീസ് 1 കിലോഗ്രാം ആണെങ്കിൽ 1 പീസ്. ഇതൊന്നും ഇങ്ങനെ സിമ്പിൾ ആയിട്ടും ചെയ്യട്ടോ. നമ്മൾ ഈ ആരോ മാർക്കൊക്കെ ചെയ്യണതിന് പകരം ചിലതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പൊ വല്ലാതെ ബുദ്ധിമുട്ടി പോകേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണല്ലോ. അപ്പൊ ഇവിടെ 2 പീസ് ചേർന്ന 1 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം പംകിൻ എത്രയാണെന്ന ചോദ്യം. അപ്പൊ മൂന്നാമത്തെ ഒരു പീസും കൂടി കൂട്ടിയാൽ മതിയായി കൂടെ. അപ്പൊ 2 പീസിന്റെ കാര്യം പറയുമ്പോൾ അതിന് ആദ്യം 1 പീസ് എത്രയെന്ന് കാണാം. 1 പീസ് എത്ര ഉണ്ടാവും? ഹാഫ് ഉണ്ടാവും. അപ്പൊ ഇതും എത്ര ഉണ്ടാവും? ഹാഫ്. ഇതും എത്ര ഉണ്ടാവും? ഹാഫ്. അപ്പൊ ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ്, ഹാഫ് പ്ലസ് ഹാഫ് 1, 1 പ്ലസ് ഹാഫ് 1.5, 1.5 കിലോ ഉണ്ടാവും. ഇതാണ് അതിന്റെ ആൻസർ അല്ലെ? ഇത് നമ്മൾ ആരോ മാർക്ക് ഇട്ട് എങ്ങനെ ചെയ്യാൻ നോക്കുക. ആരോ മാർക്ക് ഇട്ടിട്ട് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആൻസർ 1.5 കിലോഗ്രാം ആണ്. അപ്പൊ ഇതില് 2 പീസ് 2 പീസുകൾ ചേർന്നാല് 1 കിലോഗ്രാം ആണെന്നാ പറഞ്ഞത്. അപ്പൊ 2 പീസുകൾ ചേർന്നപ്പോ 1 കിലോഗ്രാം ആണ്. 2 പീസുകൾ ചേർന്നപ്പോ 1 കിലോഗ്രാം ആണ്. എന്നാൽ ഇത് ഫുള്ളാണ്, ഫുൾ പംകിൻ ആണ്. അതിൽ 2 പീസുകൾ ചേർന്നപ്പോ ഫുൾ വെയിറ്റ് ഇങ്ങനെ എഴുതാം. ഇത് 2 പീസുകൾ ചേർന്നപ്പോ ഉള്ളതാണ് 1 കിലോഗ്രാം. ഇത് 3 പീസ് ചേർന്നപ്പോ അതിന്റെ ഫുൾ വെയിറ്റ് ആണ് കിട്ടുന്നത്. നമുക്ക് തന്നത് എന്താ നോക്കുക. ഫുൾ വെയിറ്റിന്റെ 3/2 ഭാഗമാണ് 1 കിലോഗ്രാം. നേരെ ശ്രദ്ധിക്കുക. ഫുൾ വെയിറ്റ് പറഞ്ഞാല് ഒരു പംകിന് ഫുള്ളാണ്. അതില് 3 പീസാക്കി ആദ്യത്തെ 2 പീസ് എടുത്തു. അതിന്റെ വെയിറ്റ് എത്രയാണ്? 1 കിലോഗ്രാം. അപ്പൊ ഫുള്ളിന്റെ 3 പീസാക്കിയത്തെ 2 പീസ്, അത് ഫുള്ളിന്റെ 2/3 ഓഫ് ഫുൾ വെയിറ്റ്. അത് എത്രയാണ്? 1 കിലോ ആണ്. 2 പീസിന്റെ വെയിറ്റ് 1 കിലോ ആണ്. നമുക്ക് കണ്ടത് എന്താ? ഇത് ഫുൾ എത്രയാണ്? ഫുൾ വെയിറ്റ് എത്രയെന്നാണ് കിട്ടേണ്ടത്. അതായത് ഇവിടെ നോക്കി നോക്കാം. 2/3 ഓഫ് ഫുൾ വെയിറ്റ് ആണ് 1 കിലോഗ്രാം. അപ്പൊ 1 കിലോഗ്രാമിന്റെ എത്ര ഇരട്ടിയായിരിക്കും ഫുൾ വെയിറ്റ്? നമ്മൾ കണ്ടത് ഈ ഭാഗമല്ലേ. ഫുൾ വെയിറ്റ് എത്രയാണെന്ന് ഇവിടെ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതിക്കുന്നത് വെയിറ്റ് ഓഫ് ഫുൾ പംകിൻ എന്ന് എഴുതണം. ഇവിടെ 1 കിലോഗ്രാമും ഇവിടെ വെയിറ്റ് ഓഫ് ഫുൾ പംകിനും. 2/3 ആണ്. ഇവിടെ എന്താ വരിക? 3/2 ടൈംസ് 3/2 ടൈംസ് ഇതിന്റെ 1 കിലോഗ്രാമിന്റെ 3/2 ടൈംസ് ആണ് ഫുൾ വെയിറ്റ്. അപ്പോ 3/2 ടൈംസ് ഓഫ് 1 കിലോഗ്രാം എങ്ങനെ കാണുക? 1 കിലോഗ്രാമിന്റെ 3/2 ടൈംസ് 3/2 ടൈംസ് കാണാൻ ഗുണിക്കല്ലേ വേണ്ടത്. 3/2 into 1 is equal to 3/2 into 1 3/2 തന്നെ. 3/2 മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 3/2 ഇവിടെ കൺഫ്യൂഷൻ വേണ്ട. 3/2 into 1 3/2 കിലോഗ്രാം. ഇതാണ് ആൻസർ. പക്ഷെ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നേരത്തെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണത് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവസാനം 1.5 കിലോഗ്രാം എന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസർ. അപ്പൊ ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ ഐഡിയ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താലും മാർക്ക് കിട്ടും. ഓക്കെ, ഇതേപോലെ അടുത്ത പ്രോബ്ലം നോക്കുക. അതും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇത് എഴുതിയെടുക്കണം. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മിനിറ്റ്
ചോക്ക്. അടുത്ത പ്രോബ്ലം നോക്കല്ലേ. 1.5 liters of water is needed to fill 3/4 of a can. ഒരു ക്യാൻ ഉണ്ട്, അതിന്റെ 3/4. എന്ത് 3/4 പറഞ്ഞ? മുക്കാ ഭാഗം. മുക്കാൽ എന്ന് പറഞ്ഞ എന്താണത്? 3 കാലുകൾ ചേർന്നതാണ് മുക്കാല്. ഓക്കെ, അപ്പൊ നമ്മള് നോക്കുക, ഒരു ക്യാനിനെ 4 പീസാക്കി, 4 ഭാഗാക്കി, അതിലുള്ള 3 ഭാഗം. ഓക്കെ, ഇതാണ് മുക്കാൽ ഭാഗം. ഇനി എന്താ പറഞ്ഞത് നോക്ക്. 1.5 liter of water is needed to fill 3/4 of a can. ഒരു ക്യാനിന്റെ മുക്കാൽ ഭാഗം നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണം? 1.5, 1.5 ലിറ്റർ വെള്ളം വേണം. ഹൗ മച്ച് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ കംപ്ലീറ്റ്ലി? അത് മുഴുവൻ നിറയാൻ എന്ന് പറഞ്ഞാല് ഇത്രയും കൂടി ഭാഗം നിറയാൻ ആകെ മൊത്തം എത്ര വെള്ളം വേണം? അപ്പൊ മുക്കാ ഭാഗം നിറഞ്ഞപ്പോ 1.5 ലിറ്റർ വെള്ളം ഉണ്ട്. ഫുള്ള് നിറഞ്ഞാൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ട് എന്നാണ് കാണേണ്ടത്. നമ്മളത് ഐഡിയ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ച സ്റ്റെപ്പ് അല്ലാതെ ഇപ്പൊ നോക്കി നോക്കാം. മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 3 കാൽഭാഗം അല്ലേ? അപ്പൊ അത് 3 കാൽഭാഗം നിറയാന് 1.5 ലിറ്റർ. അപ്പൊ 1.5 ഇതേമാതിരി 3 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ കാൽഭാഗം നിറയാന് 1/2 ലിറ്റർ ഉണ്ടോ? ഹാഫ്, അര, 1, 1.5. അപ്പൊ 1.5 ലിറ്റർ നിറഞ്ഞ് മുക്കാൽ ഭാഗം നിറഞ്ഞപ്പോ 1.5 ലിറ്റർ ഉണ്ട്. അപ്പൊ ഒരു കാ ഭാഗം നിറയാൻ 1/2 ലിറ്റർ. അപ്പൊ ഈ ഒരു കാ ഭാഗം ഇവിടെ ഒരു കാ ഭാഗം കൂടിയല്ലേ ഉള്ളത്? നോക്കിയോക്കാ, കാല്, അര, മുക്കാല്, ഫുള്ള് അല്ലേ? അപ്പൊ ഒരു കാ ഭാഗം കൂടി നിറയാനുണ്ട്. അപ്പൊ ഇതിന് ഒരു കാ ഭാഗം നിറയാൻ 1/2 ലിറ്റർ ആണ്. അപ്പൊ ഈ ഒരു കാ ഭാഗം നിറയാനും എത്രയായിരിക്കും? 1/2 ലിറ്ററും കൂടി വേണ്ടി വരും. അപ്പൊ 1.5 പ്ലസ് അര, 2 ലിറ്റർ വെള്ളം ഉണ്ടാവും ഫുള്ള് നിറഞ്ഞാല്. ഇനി നമ്മളിത് ഇങ്ങനെ അല്ലാതെ ഇതും ആരോ മാർക്ക് ഇട്ടിട്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. മുക്കാൽ ഭാഗം നിറയാന് 1.5 ലിറ്റർ വെള്ളം വേണം. അങ്ങനെയാണെങ്കിൽ ഫുള്ള് നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണം? അപ്പൊ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 3 കാൽഭാഗമാണ്, 1.5 എന്ന് പറഞ്ഞാൽ 3 അരകളാണ്. അപ്പൊ ഒരു കാൽ ഭാഗം നിറയാന് 1/2 ലിറ്റർ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാൽഭാഗം കൂടിയേ നിറയാനുള്ളൂ, അവിടെ 1/2 ലിറ്റർ വേണ്ടി വരും. അപ്പൊ ഹാഫ് 2 ലിറ്റർ വേണ്ടി വരും. ആൻസർ 2 ലിറ്റർ ആണ്. ആൻസർ എന്താണ്? 2 ലിറ്റർ ആണ്. അപ്പൊ ഈ ആൻസർ നമ്മൾ ഇതേപോലെ ആരോ മാർക്ക് ഇട്ട് ചെയ്യാം. അപ്പൊ ഒരു ക്യാന് മുക്കാ ഭാഗം നിറഞ്ഞിട്ടുണ്ട്. മുക്കാ ഭാഗം നിറയാന് ഭാഗം നമ്മൾ മുകളിലും താഴെയാണ് വരിക. ഇവിടെ നമ്മൾ എഴുതേണ്ട അളവാണ് നേരത്തെ എഴുതിയ പോലെ തന്നെ. നേരത്തെ നമ്മൾ 1 കിലോഗ്രാം എന്ന് എഴുതിയില്ല, ഇവിടെ അതിന് പകരം എത്ര ലിറ്റർ ആണ്? മുക്കാ ഭാഗം നിറഞ്ഞപ്പോ 1.5 ലിറ്റർ നിറഞ്ഞിട്ട്, മുക്കാ ഭാഗം നിറയാന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ ആണ് ഉള്ളത്. ഇനി ഫുൾ വോളിയം മുഴുവനായിട്ട് ഇൻ ലിറ്റേഴ്സ്, വെറും ഫുൾ എഴുതിയാലും മതി. 1.5 ലിറ്റർ ആണ് ഫുള്ളിനുള്ള അളവ്. വെറും വോളിയം നമ്മൾ പഠിക്കാൻ പോകണുള്ളൂ. അപ്പൊ ഫുൾ ഇൻ ലിറ്റേഴ്സ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഫുൾ ഇൻ ലിറ്റേഴ്സ് എന്ന് എഴുതിയാൽ മതി, വോളിയം എന്ന് എഴുതിയിട്ട് കൺഫ്യൂഷൻ വരണ്ട. പിന്നെ ഇനി നോക്കുക, ഫുള്ളിന്റെ എത്ര ഭാഗമാണ് 1.5 ലിറ്റർ? ഫുള്ള് എന്ന് പറയുന്നത് ഇത് ഫുള്ളാണ്. ഫുള്ള് എത്ര ലിറ്റർ ആണ് കാണേണ്ടത്? ആൻസർ 2 ലിറ്റർ ആണ്. ഞാൻ ഇത് ഇവിടെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഫുള്ള് 2 ലിറ്റർ ആണ്. ഇവിടെ 1.5 ലിറ്റർ ആണ്. ഫുള്ള് എത്രയാണോ അതിന്റെ മുക്കാൽ ഭാഗമാണ് 1.5 ലിറ്റർ. ഇതാണ് മുക്കാൽ ഭാഗം. അതിന്റെ മുക്കാൽ ഭാഗം എത്രയാണ്? 1.5 ലിറ്റർ ആണ്. 1.5 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് മുക്കാൽ ഭാഗം. അപ്പൊ ഫുള്ളിന്റെ 3/4 ഓഫ് ഫുള്ളിന്റെ മുക്കാൽ ഭാഗമാണ് 1.5 ലിറ്റർ. ഇനി നമുക്ക് കാണേണ്ടത് ഫുൾ എത്ര ലിറ്റർ ആണ് എന്നാണ്. ഫുള്ള് എത്ര ലിറ്റർ ആണ്, ഇത് മുഴുവൻ എത്ര ലിറ്റർ ആണ് എന്നാണ് കാണേണ്ടത്. അപ്പോ ഇവിടെ നിങ്ങളുടെ 3/4 ഓഫ് ഫുള്ളാണ് 1.5. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എത്ര ആയിരിക്കും എന്ന് കണ്ടാൽ മതി.
ആ ക്രിയ ചെയ്താൽ മതിയല്ലോ, ഫുൾ എത്ര ലിറ്റർ ആണെന്ന് കാണാൻ. അപ്പൊ എന്തായിരിക്കും ഇവിടെ 3/4 ആണെങ്കിൽ ഇവിടെ 4/3 ടൈംസ് 4/3 ടൈംസ് ഓഫ് 1.5 ഈസ് ഫുൾ. അപ്പൊ ഫുൾ ഇൻ ലിറ്റേഴ്സ് ഈക്വൽ ടു ഫുൾ ഇൻ ലിറ്റേഴ്സ് എന്ന് എഴുതട്ടോ. ഇതിന്റെ താഴെ എന്താണ് 1.5 ഇൻറ്റു, അല്ലെങ്കിൽ ആദ്യം അതിന് മുമ്പ് 4/3 ടൈംസ് എന്ന് എഴുതുന്നത് നല്ലതാണ്. 4/3 ടൈംസ് ഓഫ് 1.5 എങ്ങനെ കിട്ടിയെന്നറിയാൻ. അപ്പൊ ഈ ഫുൾ ഇൻ ലിറ്റേഴ്സ് കാണാൻ 1.5ന്റെ 4/3 ടൈംസ് കണ്ടാൽ മതി. അതെങ്ങനെ ചെയ്യാ? 4/3 ഇൻറ്റു 1.5 ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു 1.5നെ നോർമൽ ഫ്രാക്ഷൻ ആക്കുക. 1 ഇൻറ്റു 2 2 2 പ്ലസ് 1 3/2. ഇനി 4 ഇൻറ്റു 3, ഞാൻ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുന്നത് 4 ഇൻറ്റു 3 12/3 ഇൻറ്റു 2 6. നമുക്ക് 2 മൊക്കെ എത്തിയിട്ടില്ല, എത്തുവോ നോക്കി നോക്കാം. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 അല്ലേ, 2 ലിറ്റർ. അപ്പൊ 1/4 1.5 ലിറ്റർ ആണ്, ഫുള്ള് 2 ലിറ്റർ ആണ്. ഫുൾ എത്രയാണ്? 2 ലിറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫുള്ളിന്റെ 1/4 1.5 ലിറ്റർ എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഫുൾ എത്ര ഉണ്ടാവും? അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി നോക്കി, ഫുള്ളിന്റെ 1/4 1.5 ലിറ്റർ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എത്ര ഇരട്ടി ഉണ്ടാവും? ഇവിടെ ഹാഫ് പാർട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ട് ടൈംസ് ആണ്. അപ്പൊ 1.5ന്റെ 4/3 ടൈംസ് ആയിരിക്കും ഫുൾ. അപ്പൊ ഇവിടെ 3/4 ആയതുകൊണ്ട് നമ്മളിവിടെ 4/3 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് എഴുതിയാലും മാർക്ക് കിട്ടും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവാൻ നമ്മൾ ഈ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞത്. ഇനി ലാസ്റ്റ് പ്രോബ്ലം. There are 3 pieces of ribbon, 2 of the piece and half of the third piece laid end to end. 2 പീസും പിന്നെ ഒരു പീസിന്റെ പകുതിയും കൂട്ടി യോജിപ്പിച്ചു. Make 1 meter. 2 പീസും പിന്നെ ഒരു പീസിന്റെ പകുതിയും 2.5 പീസുകൾ കൂട്ടി യോജിപ്പിച്ചപ്പോ എത്ര കിട്ടി? 1 മീറ്റർ കിട്ടി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പീസ്? ഒരു പീസിന്റെ നീളം എത്രയാണ്? 2.5 പീസിന്റെ നീളം 1 മീറ്റർ ആണ്. 2.5 പീസിന്റെ നീളം 1 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് 1 പീസ്, ഒരു പീസിന്റെ നീളം എത്രയെന്ന് കാണണം. ഞാൻ പറഞ്ഞത് 2 പീസും പിന്നെ ഒരു 1/2 പീസും കൂടി കൂട്ടി യോജിപ്പിച്ചപ്പോ കിട്ടിയത് എത്രയാണ്? 1 മീറ്റർ ആണ്. 3 പീസുകൾ ഉണ്ട്, അതൊക്കെ 2 പീസ് കൊടുത്തു, പിന്നെ ഒരു പീസിന്റെ പകുതി എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നീട്ടി വെച്ച് നോക്കുമ്പോ എത്ര മീറ്റർ ഉണ്ട്? 1 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പീസ്, ആദ്യത്തെ ഒരു പീസ്, 3 പീസുകളുള്ളത്, ആദ്യത്തെ ഈ ഒരു പീസ് ഇങ്ങനെ 2 പീസാക്കി, പിന്നെ അങ്ങനെ ഈ ഒരു പീസും ഈ ഒരു പീസും ഈ ഒരു പീസിന്റെ ഹാഫും ചേർന്നപ്പോഴാണ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പീസിന്റെ നീളം എത്രയാണ്? അപ്പൊ ലെങ്ത് ഓഫ് എ പീസ്. ഇനി പറഞ്ഞത് എന്താണ്? ഒരു പീസിന്റെ നീളം 1 മീറ്റർ എപ്പോഴാ കിട്ടിയത്? ഒരു പീസിന്റെ നോക്കിക്കോട്ടോ, ഇവിടെ അളവുകൾ എഴുതേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിലോഗ്രാം മീറ്റർ ഒക്കെയാണ് അപ്പുറത്തും ഇപ്പുറത്തും വരേണ്ടത്. ഫ്രാക്ഷൻ അവിടെ വരരുത്, 2.5 പറഞ്ഞത് അവിടെ വരരുത്. ഇവിടെ ഒരു പീസിന്റെ നീളത്തിന് എന്ത് ചെയ്തപ്പോഴാ 1 മീറ്റർ കിട്ടിയത്? ഒരു പീസും രണ്ടാമത്തെ പീസും മൂന്നാമത്തെ പീസിന്റെ പകുതിയും കൂട്ടി യോജിപ്പിച്ചപ്പോഴാണ് എത്ര കിട്ടിയത്? 1 മീറ്റർ. അതായത് 2.5 ടൈംസ് 2 പീസും പിന്നെ ഒരു 1/2 പീസും, ഒരു പീസിനെ 2 എണ്ണവും ഒരു പീസിനെ പോലുള്ള 2 പീസും പിന്നെ ഒരു പീസിന്റെ പകുതി, അത്ര 2.5 ഇരട്ടി. ഒരു പീസിന്റെ 2.5 ഇരട്ടിയാണ് 1 മീറ്റർ. നമുക്ക് കണ്ടത് ഒരു പീസിന്റെ നീളം എത്രയാണ്? അപ്പൊ ഇതിന്റെ അങ്ങോട്ട് ഓപ്പോസിറ്റ് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ 2.5 ടൈംസ് ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? അപ്പൊ അതിന് 2.5നെ സൈഡില് കോമൺ ഫ്രാക്ഷൻ ആക്കണം. 2 ഇൻറ്റു 2 4, 4 പ്ലസ് 1 5/2. ഓക്കെ, അപ്പൊ ഇവിടെ 5/2 ആണ്. ഇതെന്താണ്? 5/2 ആണ്. അപ്പൊ ഇവിടെ എന്താ വരിക? 2/5 ഓഫ്. ഇവിടെ ടൈംസ് ആണ്, ഇവിടെ ഓഫ്. 1 മീറ്ററിന്റെ 2 ഭാഗമാണ് ഒരു പീസിന്റെ നീളം. ഇവിടെ നീളങ്ങളും വെയിറ്റും ഒക്കെയാണ് കൊടുക്കേണ്ടത്. 1 മീറ്ററിന്റെ 2 ഭാഗമാണ് ഒരു പീസിന്റെ നീളം. അപ്പൊ ലെങ്ത് ഓഫ് 1 പീസ്, ആൻസർ എഴുതാം. ലെങ്ത് ഓഫ് 1 പീസ് ഈക്വൽ ടു 2/5 ഓഫ് 1 മീറ്റർ. അപ്പൊ 2/5 ഇൻറ്റു 1 ആണ് വരിക. 2/5 ഇൻറ്റു 1, 2/5 യൂണിറ്റ് മീറ്റർ. യൂണിറ്റ് എന്താണ്? മീറ്റർ.
ഓഫ് കാണാൻ ഗുണിക്കല്ലേ ചെയ്യാ. 2/5 ഓഫ് 1 മീറ്റർ ആണ് ഒരു പീസിന്റെ നീളം. ഇനി ഇൻ സെന്റിമീറ്റർ, സെന്റിമീറ്റർക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? സെന്റിമീറ്റർക്ക് മാറ്റാൻ മൾട്ടിപ്ലൈ ബൈ 100 പറഞ്ഞതാണ്. 2/5 ഇൻ സെന്റിമീറ്ററിന് അടുത്ത ഹെഡിങ് കൊടുക്കുക. 2/5 സെന്റിമീറ്റർക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 × 100 200/5. ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. എന്നിട്ട് 200നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അത്രയും സെന്റിമീറ്റർ. അപ്പൊ സെന്റിമീറ്റർക്കും മാറ്റി, സെന്റിമീറ്റർക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കുക, മീറ്റർ സെന്റിമീറ്റർക്ക് മാറ്റാൻ. ഓക്കെ. അപ്പൊ ഈ 5 പ്രോബ്ലവും ഞാനിത് മുഴുവൻ ചെയ്യാൻ കാരണം ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഞാനിത് മുഴുവൻ ചെയ്തത്. ഈ 5 പ്രോബ്ലവും ചെയ്ത് ഇന്ന് രാത്രി തന്നെ 9 മണിക്ക് മുമ്പായിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.